പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ബുധനാഴ്ച ജനുവരി 29 എല്ലാവർക്കും അച്ഛൻ്റെ സ്നേഹവന്ദനം. നമുക്ക് സന്തോഷത്തോടെ പ്രാർത്ഥനയ്ക്ക് പോരാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം പ്രാർത്ഥന ആവശ്യം പറയുക, അമ്മ മാതാവിനെ ഏൽപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥന. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ അമ്മ ആയിരക്കണക്കിന് മക്കൾക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹൃദയത്തെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുന്ന അരുളിച്ചത് കർത്താവിൻ്റെ വാക്കിൻ്റെ അധികാരത്തിൽ സമാധാനം ആശംസിക്കുന്നു. ഈ സമാധാനം നിന്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നീ അനുഭവിക്കട്ടെ. കർത്താവെ, രോഗബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശയ്യാവലംബികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരും ചെവിക്ക് കേൾവിക്കുള്ളവരും മൂക്കിൽ എപ്പോഴും ദശ വളരുന്നവരും അടിനോടിന് അസുഖമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഭാരങ്ങൾ ഭീതികൾ
ഡിപ്രഷൻ പോലുണ്ടാകുന്ന മനസ്സിൻ്റെ അവസാദ രോഗങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ മഞ്ഞുനീര് പോലെ ഒഴുകി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി ഇല്ലാത്തവരുണ്ട്, ജോലി തട്ടിയിട്ട് കിട്ടാത്തവരുണ്ട്, ഉള്ള ജോലി തന്നെ ചെയ്തിട്ട് ആവശ്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട്, മാസങ്ങളായി ശമ്പളം കിട്ടാത്തവരുണ്ട്. അതൊക്കെയാണ് കർത്താവ് ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ. അതുകൊണ്ട് കടയിൽ കടങ്ങൾ കൂടുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ തിരക്കാൻ പറ്റണില്ല, കുടുംബം മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റണില്ല. വല്ലാത്തൊരു നാരകീയാവസ്ഥയ്ക്ക് ഒരു കുടുംബത്തിൽ ആരും വന്ന് കയറല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കളുണ്ട്. സ്വർണത്തിന് വില കൂടുന്ന കാരണം പല കല്യാണത്തിന് ആവശ്യമായ സമ്പത്ത് കിട്ടാത്തവരുണ്ട്. പലതരത്തിലുള്ള വിവാഹങ്ങൾ ആലോചിച്ചത് ഉറച്ചിട്ടും അത് നടത്താൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട്. മക്കളെ ഗർഭം ധരിച്ചിട്ടും പ്രസവിക്കാൻ പറ്റാതെ ഡേറ്റ് കിട്ടാതെ ഇരിക്കുന്നവരുണ്ട്. അതിന് പേര് പ്രസവം നീണ്ടു പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഗർഭത്തെ ശേഷം ആന്തരികമായ അംഗവൈദ്യങ്ങൾ കണ്ടുകൊണ്ട് വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നവരുണ്ട്. കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, കോടതി കേസുള്ളവരുണ്ട്. മക്കളെ പഠനങ്ങളിൽ പുരോഗതി ഇല്ലാതെ മാതാപിതാക്കന്മാർ ഞെരുക്കുന്നുണ്ട്. കാശ് മുടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യാതൊരു പ്രയോജനം കിട്ടാതെ വളരെ കുടുംബം വളരെ ഭയങ്കരമായ ദുരിതത്തിലും ഭാരത്തിൽ അകപ്പെട്ടവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ മുഴുവൻ രോഗപീഠകളും ജീവിതഭാരങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഇന്നത്തെ ദിവസം നീ ശക്തി പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ എല്ലാവിധ രോഗപീഠങ്ങളിൽ നിന്നും അകന്നു മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ സമാധാനം അനുഭവിക്കട്ടെ. നിത്യം പിതാവ് പുത്രൻ പരിശുദ്ധ സർവ്വത്തിൽ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാവും, നമുക്ക് ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? രോഗത്തെക്കുറിച്ചൊരു അറിവുണ്ടാകുമ്പോൾ നമുക്കൊരു ഭീതിയും പ്രയാസമൊക്കെ ഉണ്ടാവും, ഒരു വിഷമമൊക്കെ ഉണ്ടാവും. ജപ്തി വരാൻ പോണെന്ന് കേൾക്കുമ്പോൾ ഒരു പ്രയാസവും വിഷമവും, എങ്ങനെ ജീവിക്കും, എവിടെ പോവും, ആര് സഹായിക്കും എന്നുള്ള ഭീതിയൊക്കെ ഉണ്ടാകും. പിന്നെ അങ്ങനെ ഓരോരോ വിഷയത്തിനും ആ പ്രശ്നങ്ങൾക്ക് നമ്മുടെ അതിജീവനത്തിന് അഭിമുഖീകരിക്കുന്ന ഓരോ ജീവിത പ്രതിസന്ധിയില്ലേ, അപ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവും. പക്ഷേ കർത്താവിൻ്റെ ഒരു നിലപാട് എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ നീ ആ പ്രയാസത്തെ ഓർത്ത് പ്രയാസപ്പെടേണ്ട. കാര്യം നിന്നെക്കൊണ്ട് അത് അതിജീവിക്കാൻ കഴിയുമെന്ന് ദൈവം കരുതുന്നു. അത് വലിയ പോസിറ്റീവ് പോയിൻ്റാണ്. നിനക്ക് ഒരു പ്രയാസമോ ഒരു പ്രലോഭനം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം നീ അടിപ്പെട്ടു പോകുന്നതല്ല. അതിനെ അതിജീവിക്കാനുള്ള ദൈവിക ശക്തി നീ ഇതിലൂടെ ആർജിക്കുമെന്ന് ദൈവം പ്രത്യാശിക്കുന്നു. അത് വലിയ അപ്പം നമ്മൾ അത്രയും വളർന്നു എന്നർത്ഥം. ഇപ്പോൾ ഒരു നിന്നമായിട്ട് എതിർക്കാമെന്ന പ്രതിയോഗിയെ നീ മലത്തി അടിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഇത്രയും എനിക്ക് പവർ ആയെന്നാണ് ഓർക്കണത്. അതായത് ഒരു പ്രതിയോഗി ഇപ്പം ഗോലിയാത്തിനെ ദാവീദിൻ്റെ എതിരെ കൊണ്ടുവരുമ്പോൾ ദൈവം എന്താ പറയണത്? ഗോലിയാത്തിനെ മലത്തി അടിക്കാൻ പറ്റിയ പവറിലേക്ക് ദാവീദ് വരാൻ പോകുന്നു. ഗോലിയാത്ത് ദാവീദിൻ്റെ ശക്തിയുടെ സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഇത്രയും വളർന്ന് എന്ന് എൻ്റെ ദൈവം കരുതുന്നില്ല എന്ന് പറയുമ്പോൾ സന്തോഷം തോന്നണം. അതിന് പറ്റുന്നൊരു വചനമാണ് 1 കൊരിന്ത്യർ 10:13. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അതാണ് ദാവീദ് പറഞ്ഞത്. ഗോലിയാത്ത് എന്താ പറഞ്ഞത്? നീ എന്താണ് പട്ടിയെ തല്ലാൻ പോകുന്ന പോലെ ഒരു വടിയുമായിട്ടാണ് വരണത്. അപ്പം അത് ദാവീദ് തിരിച്ചടിക്കണത് എന്താണ്? നീ നിന്റെ കുന്തങ്ങളിലും അതുപോലെ തന്നെ പരിചകളിലും ആശ്രയിക്കണത്. ഞാൻ എൻ്റെ ദൈവമായ കർത്താവിലാണ് ആശ്രയിക്കണമെന്ന് പറയും. അപ്പോൾ ഗോലിയാത്തിനെ മുമ്പിൽ വരുമ്പോൾ ദാവീദിന് അവനെ നേരിടാനുള്ള ശക്തിയും ദൈവം കൊടുക്കുകയാണ്.
അപ്പോൾ ഒരു പ്രശ്നമോ പ്രലോഭനമോ സാമ്പത്തികമായ ശാരീരികമായ ഒക്കെ വരുമ്പോൾ ഓർക്കണം, ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് എനിക്ക് തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കണത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പം അത് വന്നത് നന്നായി, ഭാരം വന്നത് നന്നായി, രോഗം വന്നത് നന്നായി. അതിനെ അതിജീവിക്കാനുള്ള ശക്തി തരാൻ വേണ്ടി അതിനെ ആദ്യം വരുത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ പേപ്പട്ടി കടിക്കുമ്പോഴെന്താ ചെയ്യണത്? പേപ്പട്ടിയുടെ തന്നെ ജെയിംസ് എടുത്തിട്ടാണ് കുത്തുവെക്കണത്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പേപ്പട്ടിയുടെ ജെയിംസിന് ഈ കുത്തുവെച്ചിരിക്കുന്ന പ്രതിരോധ ജെയിംസ് അതിനെ കീഴടക്കി കളയും. അപ്പോൾ കൃപയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പ്രലോഭനങ്ങൾ ഉള്ളത്. എന്തൊരു മനോഹരമായ ദൈവാനുഭവമാണ് സുവിശേഷം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് വിശ്വാസി, നീ ഒരു കാരണവശാലും പതറരുത്. ഗോലിയാത്തിനെ കാണുമ്പോൾ ഓർക്കുക, അവനെ കീഴടക്കാനുള്ള ശക്തി ദാവീദ് നൽകി കഴിഞ്ഞുവെന്ന്. അപ്പം നീ ഒരു ദാവീദാണെങ്കിൽ, നിനക്കെതിരെ വന്ന പ്രശ്നം ഗോലിയാത്താണെങ്കിൽ അതിനെ കീഴടക്കാനുള്ള ശക്തി കർത്താവ് തരുന്നതിൻ്റെ സൂചനയാണ് ഈ ഗോലിയാത്തിൻ്റെ ഉദയം. അപ്പോൾ പ്രശ്നങ്ങളിലെ പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കാൻ പോകുന്നു എന്നുള്ള സുബോധർക്കമായ സുവിശേഷമാണ് ഇന്നത്തെ കൈമാറ്റം. താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.